എങ്കിൽ അവർക്കൊരു ഏജ് എത്തുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഏരിയയിൽ മാത്രം മുടി പോകും. നമുക്കറിയാം നമ്മുടെ കഷണ്ടി വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളെ ബാക്ക് സൈഡിലല്ല, മുടിയുടെ ബാക്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഹെയർ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഏജിലോട്ട് വരുന്ന സമയത്താണ് എന്ത് വരുന്നത്, ആ കഷണ്ടിയുടെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നത്. നമ്മുടെ ഭക്ഷണത്തിന് ഇത് നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും, ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും, പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഇൻറ്റേർണലി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഡിയും ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാവും, കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ പാരമ്പര്യമായിട്ട് പെട്ടെന്ന് നര വരുന്ന ഫാമിലിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും അതുപോലെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. എല്ലാവർക്കും വെറിയുള്ളൊരു കാര്യമാണ് അവരുടെ മുടി കൊഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഈ കുളിക്കുന്ന സമയത്ത് ഒരുപാട് മുടി, അതായത് നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട് മുടി വരും. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് മുടി നന്നായിട്ട് നിങ്ങൾക്ക് ആ ഒരു വാഷ്റൂമിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കുളിച്ചെല്ലാം കഴിഞ്ഞ് തല തോർത്തുന്ന സമയത്ത് തോർത്തിൽ മുടി കാണുന്നത്, ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും നമ്മൾ മുടിയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് മുടി കയ്യിൽ കിട്ടും. അത്തരം രീതിയിൽ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരത് അത്ര വെറീഡ് ആക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് അത്ര നോക്കാറില്ല. എന്നാലും ചില ആളുകൾക്ക് ഇതിങ്ങനെ വല്ലാതെ കാണുന്ന സമയത്ത് നമുക്ക് ആർക്കാണെങ്കിലും വിഷമം വരും. അല്ലാത്ത പക്ഷെ ആളുകളിൽ കുറവാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് അവരുടെ തലയിൽ കയറ്റി കൊണ്ട് നടക്കുന്നത് കുറവാണ്. പക്ഷേ സ്ത്രീകളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവർക്ക് ഈ ഒരു ഹെയർ ഫോൾ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഹെയർ ഫോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പല രീതിയിൽ തന്നെ ആളുകളിൽ മുടി കൊഴിച്ചിൽ കാണിക്കും. ചില ആളുകളിൽ ഒരു ഏരിയയിൽ വട്ടത്തിൽ മാത്രം അതായത് ഈ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രം മുടി കൊഴിച്ചിൽ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ കുറേ ഒരു സ്പേസിലായിട്ട് മുടി കൊഴിച്ചിൽ കാണിക്കാറുണ്ട്. പിന്നെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ചെറുതായിട്ട് മുടി കൊഴിച്ചിൽ കാണിക്കും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് മുടി നമ്മുടെ കയ്യിൽ കിട്ടും. അങ്ങനെ പല രീതിയിലായിട്ടാണ് മുടി കൊഴിച്ചിൽ ആളുകളിൽ കാണിക്കുന്നത്. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഏജ് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഫാദറിനോ ഒക്കെ ഈ കഷണ്ടി പോലെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഏജ് എത്തുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഏരിയയിൽ മാത്രം മുടി പോകും. നമുക്കറിയാം നമ്മുടെ കഷണ്ടി വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളെ ബാക്ക് സൈഡിലല്ല, മുടിയുടെ ബാക്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഹെയർ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഏജിലോട്ട് വരുന്ന സമയത്താണ് എന്ത് വരുന്നത്, ആ കഷണ്ടിയുടെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നത്. അപ്പം അതേ പാടെ തന്നെ ഇപ്പം മക്കളെ മക്കൾക്കായിക്കോട്ടെ ഒരു ഏജ് എത്തുന്ന സമയത്ത് 25+ ഒക്കെ ആകുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം മുടി കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും പറയുന്നൊരു കോമൺ കാര്യമാണ്, ഞാൻ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല കട്ടിയുള്ള മുടിയായിരുന്നു, ഇപ്പം എനിക്ക് മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മുടെ ഭക്ഷണത്തിന് ഇത് നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എത്ര ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും, ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും, പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഇൻറ്റേർണലി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിക്ക് കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമാവാറുണ്ട്. അത് പ്രത്യേകം പറയാനുള്ള റീസൺസ്, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അവർ കൂടുതലും കഴിക്കുന്നത് ഈ പ്രോട്ടീൻസ് നല്ലതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ തന്നെ ഒരുപാടായിട്ട് കഴിക്കുന്നവരുണ്ട്. ഈ ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, മട്ടനൊക്കെ പറഞ്ഞിട്ട് അത് നന്നായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. കോള, ജ്യൂസുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, ഇതൊക്കെ ഒരുപാട് കഴിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് കൂടുതൽ കഴിക്കുന്നത് അവരിൽ നല്ല രീതിയിൽ തന്നെ മുടി കൊഴിച്ചിലിന് കാരണമാവുന്നുണ്ട്. ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷേ ചിക്കനൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ പ്രോട്ടീൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കാൽഷ്യം, വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട അളവിൽ നമ്മളത് കഴിക്കണം. അത് ഒരുപാടാവുന്ന സമയത്താണ് എന്താവുന്നത്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ചില ആളുകളൊക്കെ ഡെയിലി തന്നെ ചിക്കൻ കഴിക്കുന്ന, അല്ലെങ്കിൽ ചിക്കൻ ആ ഡെയിലി ലൈഫിൽ അവർക്ക് വരും. മത്സ്യം കഴിക്കുന്നത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യം കുറച്ചുകൂടി നമ്മുടെ ബോഡിയിൽ ഒരു തണുപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ചൂടല്ല. ചൂട് കൂടുതലും ഉണ്ടാക്കുന്നത് ഈ ചിക്കൻ, ബീഫ്, മട്ടൻ അതൊക്കെയാണ്. അപ്പോൾ ചിക്കൻ അത്ര പ്രശ്നമല്ല, എന്നാലും ബീഫ്, മട്ടനൊക്കെയാണ് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കഴിക്കുകയാണെങ്കിൽ ബോഡി കൂളാക്കുന്ന കുക്കുംബർ, അതുപോലെ തന്നെ ഉള്ളി, വാട്ടർമെലൺ, ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക, അത് ശ്രദ്ധിക്കണം. പിന്നെ ഡെഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്യും. വൈറ്റമിൻ ഡിയും ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാവും, കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും ഒരു മുട്ടയൊക്കെ നിങ്ങൾ കഴിക്കുക. ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുട്ട കൊടുക്കുക, വലിയ ആളുകളാണെങ്കിലും ഡെയിലി 1
എഗ്ഗ് എന്നുള്ള രീതിയിൽ കഴിക്കുന്നത് ഈ കാൽഷ്യം ഒക്കെ കൂട്ടിയെടുക്കുന്നതിനും പ്രോട്ടീൻസ് കൂട്ടിയെടുക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ മുടിക്കാണെങ്കിലും എല്ലിനാണെങ്കിലും ഒക്കെ തന്നെ നല്ലതാണ്. അപ്പോൾ അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞത് അലോപേഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ഹെയർ ഫോള്. അതിൽ തന്നെ ഏരിയേറ്റ ഉണ്ട്, ടോട്ടാലിസ് ഉണ്ട്. ഏരിയേറ്റ എന്ന് പറയുന്നതാണ് ചെറിയൊരു പോർഷൻ മാത്രം. ചിലപ്പോൾ നിങ്ങൾ ഈ ഫ്രണ്ടിൽ തന്നെ മുടി നിങ്ങൾക്ക് ചെറിയൊരു ഏരിയയിൽ പോകണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുടി ഇങ്ങോട്ട് എടുത്ത് നോക്കുമ്പോൾ ഉള്ളിലായിട്ട് വട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ഏരിയയിൽ മുടി കൊഴിഞ്ഞ് പോയത് കാണാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ അപ്ലിക്കേഷനും ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. ഹെയർ ഓയിലൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക തല. അതുപോലെ തന്നെ ഉള്ളിലോട്ട് ഫുഡും നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അയൺ കുറഞ്ഞു കഴിഞ്ഞ് HB കുറഞ്ഞു കഴിഞ്ഞാലും മുടി കൊഴിച്ചിൽ അമിതമായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മുടെ മാതള നാരങ്ങ, അപ്പോൾ മൊഗ്രനേറ്റ്, റാഗി, ഡേറ്റ്സ് 1-2 ഡേറ്റ്സ് മാത്രം കൂടുതലാവണ്ട. ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഫുഡിനകത്ത് കൂടുതലായിട്ട് കഴിക്കണം. പയർ പരിപ്പ് വർഗ്ഗങ്ങൾ മുളപ്പിച്ചായിട്ടോ അല്ലെങ്കിൽ അത് വേവിച്ചിട്ട് കഴിക്കുന്നതോ നല്ലതാണ്. തേങ്ങ ചിരകി എള്ളിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക. കോപ്പറും ഒക്കെ തന്നെ നമ്മുടെ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കണം നമുക്ക് നല്ലൊരു ഹെയർ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഹെയറിന് കട്ടി ഉണ്ടാവണമെങ്കിലും. ചില ആളുകളുടെ ഹെയർ തിന്നായി പോവാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പാരമ്പര്യമായിട്ട് പെട്ടെന്ന് നര വരുന്ന ഫാമിലിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും അതുപോലെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹെയർ ഫോൾ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം എക്സ്റ്റേണൽ അപ്ലിക്കേഷനിൽ ഒരുപാട് ഓയിൽ വരുന്നുണ്ട് നമ്മുടെ തലയ്ക്ക്. നീലഭൃംഗാദി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ചെമ്പരത്തി ആദി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഡാൻഡ്രഫ് ആണെങ്കിൽ നമ്മൾ വേറെ ഓയിൽസ്, കുറച്ചുകൂടി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യുന്ന വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡാൻഡ്രഫ് പോവുള്ളൂ. പിന്നെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുകളുണ്ട്, ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.